ഹലോ, ഒരാഴ്ചയ്ക്ക് ശേഷം യാസീൻ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ തത്തക്കുട്ടൻ ഇരിക്കുന്നു. ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കൈ എടുത്ത് പൊക്കി കാണിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്. ഞാൻ ചന്തയിൽ പോയതിൻ്റെന്നായിരുന്നെങ്കിൽ പച്ച മാങ്ങ മേടിച്ചിട്ടുണ്ടേ, അത് നമുക്കൊന്ന് ഉപ്പിലിടാം കേട്ടോ. അയ്യോ, നമ്മളെ കാന്താരി ചെടി കണ്ടോ, അത്രയും പട്ടുപോയി. പിന്നെ ഒരു ചെറിയ കാന്താരി തൈ വരുന്നുണ്ട്, അതിലാണെങ്കിൽ ഒരു മുളകേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ഉണ്ടമുളകിൻ്റെ തൈ ഉണ്ട്, അതിലാണെങ്കിൽ 2 ചെറിയ ഉണ്ടമുളക് പഴുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ അതും കൂടി പറിച്ചെടുത്തു. അപ്പോൾ അതിലോട്ട് ഇടാം, അപ്പം നല്ല മണം കിട്ടുമല്ലോ. ഈ മുളകിൻ്റെ തൈ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ അതാണ്ട് മാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ മുളകും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, പച്ചക്കറി മുളക് ഇടുന്നുണ്ട്. മാങ്ങയും മുളകും ഒക്കെ അരിഞ്ഞ് വെച്ച് ബോട്ടിൽ ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ട് വെച്ച്, അടിയിൽ ഉപ്പിടണം. ഉപ്പിട്ടിട്ട് വേണം മാങ്ങ പിറക്കിയിടാനായിട്ട്. എന്താ മാങ്ങ പിറക്കിയിട്ട് വലിയ ബോട്ടിലില്ല കേട്ടോ, അങ്ങനെ 3 ചെറിയ ബോട്ടിലാണ് എടുത്തത്. അല്ലെങ്കിലും ചെറിയ ബോട്ടിലിടുന്നതിന് നല്ലത്, അതാകുമ്പോൾ യാസിക്ക് എടുക്കാൻ എളുപ്പമാണ്. വലിയ ബോട്ടിലാകുമ്പോൾ അവന് ഭയങ്കര പാടായിരിക്കും. യാസിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ട മാങ്ങ. എപ്പോൾ കടയിൽ കണ്ടാലും എന്നെ കൊണ്ട് മേടിപ്പിക്കും. അപ്പോൾ അതിൽ അരിഞ്ഞു വെച്ച മുളക് 3 എണ്ണത്തിലും ഒരേ കണക്കാക്കി വെച്ച്. പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടണം കേട്ടോ. അതിന് എനിക്കൊരു അമ്മ പറഞ്ഞു തന്നതാണ്. ഉപ്പിലിടുന്നതിൽ ഈ കായപ്പൊടി ഇട്ട് വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണെന്നൊരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് 1 സ്പൂൺ കായപ്പൊടി എടുത്ത് 3 എണ്ണത്തിലും കൂടി കുറേശ്ശെ ഇട്ട്, മീതെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 2-3 ദിവസത്തിനകം റെഡി ആവുമെന്ന് തോന്നുന്നു. യാസീന്ന് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതപ്പം തന്നെ തീരും. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ മാങ്ങ മേടിച്ചതിൽ തന്നെ കുറേ മാങ്ങ അവൻ ഉപ്പും മുളക് പൊടിയിട്ട് ഞെരടി തിന്നായിരുന്നു. ബാക്കി വന്ന മാങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എനിക്ക് ഇന്നത്തെ ബാങ്കിൽ പോകണം, അയൽക്കൂട്ടത്തിൻ്റെ പൈസ അടയ്ക്കണം. പിന്നെ മോൾക്ക് ലേബർ ഇന്ത്യ മേടിച്ചിട്ട് ഞാൻ ഇന്നലെ പോയപ്പോൾ കൊടുത്തില്ല കേട്ടോ. എന്നിപ്പോൾ പോസ്റ്റ് വഴി അയക്കാമെന്ന് വിചാരിച്ച്. നമ്മളെ സ്കൂൾ ടൈമിലൊക്കെ ഞാനിത് ഒരുപാട് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബുക്ക്. അന്ന് 10 രൂപയായിരുന്നു. പിന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ വന്ന് ലേബർ ഇന്ത്യ അയച്ചു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.